താരിഫ് വിഷയത്തിൽ അമേരിക്കയുമായി നേർക്കുനേർ നിൽക്കുന്നതിനിടെ ചൈനീസ് സന്ദർശനത്തിന് ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഈ മാസം 31-ന് മോദി ബീജിംഗിലെത്തും. അതേസമയം നിർണായക ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിലെത്തി. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി. കുറഞ്ഞ വിലയിൽ ഇന്ത്യക്ക് എണ്ണ തുടർന്നും നൽകുമെന്ന് റഷ്യ വ്യക്തമാക്കി. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ഈ മാസം 31-ന് പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്നത്. 2019 ഗാൽവൻ മേഖലയിൽ ദിവസങ്ങളോളം ഇന്ത്യയും ചൈനയും നേർക്കുനേർ നിന്നതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിച്ചിട്ടില്ല. അമേരിക്ക നേരത്തെ പ്രഖ്യാപിച്ച 25% മുകളിൽ വീണ്ടും 25% താരിഫ് പിഴ ചുമത്തിയെന്ന വാർത്ത പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് 6 വർഷങ്ങൾക്കു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കാൻ തീരുമാനിച്ചത്. അജിത് ഡോവലും റഷ്യൻ നയതന്ത്ര പ്രതിനിധികളുമായുള്ള ചർച്ച ഇന്ന് നടക്കും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയെന്നാരോപിച്ച് അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ റഷ്യ ഇന്ത്യക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ നൽകാൻ സാധ്യതയുണ്ടെന്നാണ് വിദേശകാര്യ വിദഗ്ധർ പറയുന്നത്. അമേരിക്ക ആദ്യം പ്രഖ്യാപിച്ച 25% തീരുവ നാളെ നിലവിൽ വരാനിരിക്കെയാണ് വീണ്ടും 25% തീരുവ പ്രഖ്യാപിക്കപ്പെട്ടത്. റഷ്യയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ നടപടി സ്വീകരിച്ച അമേരിക്ക റഷ്യയിൽ നിന്നും ആണവ വ്യവസായത്തിനായി യുറേനിയവും മറ്റ് രാസവസ്തുക്കളും വാങ്ങുന്നുണ്ടെന്ന ഇന്ത്യയുടെ ആരോപണത്തോട് ട്രംപ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഈ മാസം പകുതിയോടെ റഷ്യ സന്ദർശിക്കും. ന്യൂസ് ഡെസ്ക് 24.